അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറിനെ കുറിച്ചാണ്. ADHD എന്ന അബ്രിവേറ്റഡ് ടേം ഉപയോഗിച്ച് നമ്മൾക്കിതിനെ മെൻഷൻ ചെയ്യാം. ADHD ഈസ് എ കണ്ടീഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ സിവിയർ പ്രോബ്ലംസ് ഓഫ് ഇനറ്റൻഷൻ, ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇമ്പൾസിറ്റിവിറ്റി. 3 കാർഡിനൽ ഫീച്ചേഴ്സ് ആണ് ഇനറ്റൻഷൻ, ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്പൾസിവിറ്റി. ടൈപ്സ് ഓഫ് ADHD. 3 ടൈപ്പ് ADHD ആണ് പ്രധാനമായും ഉള്ളത്. ADHD പ്രീഡോമിനൻ്റ്ലി ഇനറ്റൻറ്റീവ് ടൈപ്പ്. ഇതിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ആണ് കൂടുതലായിട്ടും കാണുന്നത്. രണ്ടാമത്തേത് ADHD പ്രീഡോമിനൻ്റ്ലി ഹൈപ്പർ ആക്റ്റീവ് ആൻഡ് ഇമ്പൾസീവ് ടൈപ്പ്. ഇതിൽ കൂടുതലായും കാണുന്നത് ഹൈപ്പർ ആക്ടിവിറ്റിയും ഇമ്പൾസീവ്നെസ്സുമാണ്. മൂന്നാമത്തെ ടൈപ്പാണ് ADHD കമ്പൈൻഡ് ടൈപ്പ്. ഇതിൽ 3 ഫീച്ചേഴ്സും ഇനറ്റൻറ്റീവ്നെസ്സും ഹൈപ്പർ ആക്ടിവിറ്റിയും ഇമ്പൾസീവ്നെസ്സും ഒരേപോലെ കാണപ്പെടുന്നു. സൈൻസ് ഓഫ് ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്പൾസിവിറ്റി. റണ്ണിങ്, ക്ലൈംബിംഗ് ഓർ ലിവിങ് എ സീറ്റ് ഇൻ സിറ്റുവേഷൻസ് വെയർ സിറ്റിംഗ് ഓർ ക്വയറ്റ് ബിഹേവിയർ ഈസ് എക്സ്പെക്റ്റഡ്. അതായത് സോഷ്യലി ഇംപ്രോപ്പർ ബിഹേവിയർ കാണിക്കുക. ഇപ്പോൾ നമ്മളൊരു ക്വയറ്റായിട്ട് ഇരിക്കേണ്ട ഒരു സിറ്റുവേഷനിൽ അത് ചെയ്യാതെ അവിടെ റെസ്റ്റ്ലെസ്നെസ് കാണിക്കുക, അവിടെ ഓടി നടക്കുക, സിറ്റിംഗ് ബിഹേവിയർ കാണിക്കാതിരിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഉദാഹരണങ്ങൾ. അടുത്തതായി ബ്ലേർട്ടിംഗ് ഔട്ട് ആൻസേഴ്സ് ബിഫോർ ഹിയറിംഗ് ദ ഹോൾ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ മുഴുവൻ കേൾക്കാതെ അതിൻ്റെ ആൻസർ വിളിച്ചു പറയുന്ന രീതി. ക്വസ്റ്റ്യൻ മുഴുമിപ്പിക്കാൻ അവസരം നൽകാതെ അതിൻ്റെ ആൻസർ പറയുന്ന രീതി. ചിലപ്പോൾ ആൻസർ ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. മൂന്നാമത്തത് ഹാവിങ് ഡിഫിക്കൽട്ടി വെയിറ്റിംഗ് ഇൻ ലൈൻസ്. ഇതൊരു സോഷ്യൽ ടേൺ ടേക്കിംഗ് ബിഹേവിയറിൻ്റെ ഇല്ലായ്മയാണ് കാണിക്കുന്നത്. സ്വന്തം ടേണിന് വെയിറ്റ് ചെയ്യാതെ ഇമ്പൾസീവായിട്ട് അപ്രോച്ച് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ ലാക്ക് ഓഫ് ടേൺ ടേക്കിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇനി സൈൻസ് ഓഫ് ഇനറ്റൻഷൻ, ശ്രദ്ധക്കുറവിൻ്റെ ലക്ഷണങ്ങൾ. ഓഫൺ ബിക്കംസ് ഈസിലി ഡിസ്ട്രാക്റ്റഡ് ബൈ ഇറലെവൻറ്റ് സൈറ്റ്സ് ആൻഡ് സൗണ്ട്സ്. അപ്രതീക്ഷിതമായ അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാത്ത ശബ്ദങ്ങളും അല്ലെങ്കിൽ പ്രാധാന്യമില്ലാത്ത ശബ്ദങ്ങൾക്കും കാഴ്ചകൾക്കും അവരെ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആക്കാൻ സാധിക്കും, പെട്ടെന്ന് അവരെ ഇറിറ്റേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് ഇനറ്റൻഷൻ്റെ ഒരു സൈനാണ്. രണ്ടാമത്തത് റെയർലി ഫോളോയിങ് ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി ആൻഡ് കംപ്ലീറ്റ്ലി, ലോസിങ് ഓർ ഫോർഗെറ്റിംഗ് തിങ്സ് ലൈക്ക് ടോയ്സ്, പെൻസിൽസ്, ബുക്സ് ആൻഡ് ടൂൾസ് നീഡഡ് ഫോർ എ ടാസ്ക്. ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഇല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വെച്ച സാധനം മറന്നു പോവുക, വെച്ച സ്ഥലം മറന്നു പോവുക. ഉദാഹരണത്തിന് ടോയ്സ്, പെൻസിൽസ്, ബുക്സ്, ഇതൊക്കെ വെച്ച സ്ഥാനം മറന്നു പോകുന്ന അവസ്ഥ. ഇതൊക്കെ ശ്രദ്ധക്കുറവുകൊണ്ട് ഉണ്ടാകുന്നതാണ്. ഓഫൺ സ്കിപ്പിംഗ് ഫ്രം വൺ അൺകംപ്ലീറ്റഡ് ആക്ടിവിറ്റി ടു അനദർ. ഒരു ആക്ടിവിറ്റി കൊടുത്തതിന് ശേഷം അത് കംപ്ലീറ്റ് ചെയ്യാതെ തന്നെ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കുന്നതിനെയാണ് നമ്മൾ ഈ ഒരു സൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് കളർ ചെയ്യാൻ ഒരു ചിത്രം കൊടുക്കുകയാണെങ്കിൽ ആ ചിത്രം കളർ ചെയ്ത് മുഴുമിപ്പിക്കാതെ അടുത്ത ചിത്രത്തിലേക്ക് പോകുന്ന അവസ്ഥ. ഇതൊക്കെ ഇനറ്റൻഷൻ്റെ ലക്ഷണമാണ്. അസസ്മെൻറ്റ് ഓഫ് ADHD. ഇതൊരു ന്യൂറോളജിക്കൽ കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ വളരെ പ്രധാനമാണ്. ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് എന്താണ്, ഇതിൻ്റെ ബേസിക് ന്യൂറോളജിക്കൽ പ്രോബ്ലം എന്നുള്ളത് അസസ് ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. രണ്ടാമത്തത് സൈക്കോളജിക്കൽ പ്രോബ്ലം. ഒട്ടുമിക്ക ADHD കുട്ടികളും നിരവധി ബിഹേവിയറൽ പ്രോബ്ലംസ് കാണിക്കുന്നതുകൊണ്ട് തന്നെ സ്വഭാവത്തിനോടനുബന്ധിച്ച പ്രശ്നങ്ങൾ കാണിക്കുന്നത് കൊണ്ട് തന്നെ സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തതായി സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് അസസ്മെൻറ്റ്. പ്രധാനമായും ADHD കുട്ടികളിൽ കാണുന്നത് ഒന്ന് മിസ്ആർട്ടിക്കുലേഷനാണ്. ആർട്ടിക്കുലേറ്ററി എറേഴ്സ് കാണാറുണ്ട്. അതല്ലാതെ ചില ലാംഗ്വേജ് ഡിലേ കാണാറുണ്ട്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ. ADHD അറ്റൻഷനും ഹൈപ്പർ ആക്ടിവിറ്റിയും ഉള്ളതുകൊണ്ട് തന്നെ അത് ലാംഗ്വേജ് അക്വസിഷനെ ബാധിക്കാം, ഭാഷാ പഠനത്തെ ബാധിക്കാം, അത് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് അസസ്മെൻറ്റ് ടെസ്റ്റുകൾ നമ്മൾ ADHDയിൽ
ചെയ്യാറുണ്ട്, അഡ്മിനിസ്റ്റർ ചെയ്യാറുണ്ട്. ഇത്രയാണ് അസസ്മെൻറ്റ് പാർട്ടിൽ ADHDയിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ് വേണ്ടത്. ഈ ലാംഗ്വേജ് പ്രോബ്ലം, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പ്രോബ്ലത്തിന് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പത്തോളജിൻ്റെ മാനേജ്മെൻറ്റും, സൈക്കോളജിക്കൽ ഇഷ്യൂസ് ബിഹേവിയർ പ്രോബ്ലംസിന് ഹൈപ്പർ ആക്ടിവിറ്റി, ഇന്നറ്റൻഷൻ എന്നും വേണ്ട ബിഹേവിയർ പ്രോബ്ലംസിന് സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്സ്, സൈക്കോതെറാപ്പിയുമാണ് അവലംബിച്ച് പോരുന്നത്. അടുത്തതായി നമ്മൾ അഡൽട്ട് ലാംഗ്വേജ് ഡിസോർഡേഴ്സിലേക്കാണ് കടക്കുന്നത്. അഡൽട്ട് ലാംഗ്വേജ് ഡിസോർഡേഴ്സ്. അഡൽട്ട് ലാംഗ്വേജ് ഡിസോർഡേഴ്സിൽ പ്രധാനമായിട്ടുള്ളത് അഫേസിയ എന്ന് പറയുന്ന കണ്ടീഷൻ തന്നെയാണ്. അഫേസിയ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് an acquired impairment in the use of language due to damage to certain parts of the brain. നമ്മുടെ തലച്ചോറിൻ്റെ ചില ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഡാമേജ് കാരണം ഉത്ഭവിക്കുന്ന ഒരു അസുഖമാണ്, ഒരു സ്പീച്ച് ഡിസോർഡറാണ് അഫേസിയ എന്ന് പറയുന്നത്. ലാംഗ്വേജ് ഡിസോർഡറാണ് അഫേസിയ എന്ന് പറയുന്നത്. Language deficit includes difficulty in comprehension and expression of language. Comprehension എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് സംസാരം മനസ്സിലാക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഭാഷ സംസാരത്തിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ എക്സ്പ്രസീവ് പാർട്ടിനെയാണ് നമ്മൾ പറയുന്നത്. എക്സ്പ്രഷൻ, സ്പീച്ചാണ് ഇവിടെ പ്രധാനമായിട്ടും നമ്മുടെ എക്സ്പ്രസീവ് ഫോമായിട്ട് വരുന്നത്, സ്പീച്ച്. അപ്പോൾ ഒരു കണ്ടീഷനിൽ മനസ്സിലാക്കുന്നതിനാണ് ബുദ്ധിമുട്ട്, രണ്ടാമത്തെ കണ്ടീഷനിൽ സംസാരിക്കുന്നതിനാണ് ബുദ്ധിമുട്ട്. ഇത് രണ്ട് പ്രശ്നങ്ങളും ഒരുമിച്ച് വരുന്ന കണ്ടീഷൻസും ഉണ്ട്. ടൈപ്സ് ഓഫ് അഫേസിയ. പ്രധാനമായും അഫേസിയയെ 3ആയി തരംതിരിക്കാം. മറ്റ് ചില വകഭേദങ്ങളും ഉണ്ട്. പ്രധാനമായിട്ടും നമ്മൾ 3ആയിട്ടാണ് അഫേസിയയെ തരംതിരിക്കുന്നത്. അതിലാദ്യത്തേത് ബ്രോക്കാസ് അഫേസിയ. ബ്രോക്കാസ് അഫേസിയയിൽ ബ്രെയിനിലെ ലെഫ്റ്റ് ഹെമിസ്ഫിയറിലെ ബ്രോക്കാസ് ഏരിയയിലാണ് ഡാമേജ് ഉണ്ടാകുന്നത്. ബ്രെയിനിലെ ബ്രോക്കാസ് ഏരിയ എന്ന് പറയുന്ന പർട്ടിക്കുലർ ഏരിയയിൽ ഡാമേജ് ഉണ്ടാകുന്ന കണ്ടീഷനാണ് ബ്രോക്കാസ് അഫേസിയ. ഇതിനെ എക്സ്പ്രസീവ് ലാംഗ്വേജ് ഡിസോർഡർ എന്നും പറയും. ബ്രോക്കാസ് അഫേസിയയിൽ കൂടുതലും എക്സ്പ്രഷൻ ആയിരിക്കും എഫക്റ്റഡ്, അതായത് സ്പീച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. രണ്ടാമത്തെ ടൈപ്പാണ് വെർണിക്കസ് അഫേസിയ. വെർണിക്കസ് അഫേസിയയിൽ പ്രോബ്ലം ഉണ്ടാകുന്നത് വെർണിക്കേസ് ഏരിയയിലാണ്. ബ്രെയിനിലെ വെർണിക്കേസ് ഏരിയയിൽ ഡാമേജ് ഉണ്ടാകുമ്പോഴാണ് വെർണിക്കേസ് അഫേസിയ ഉണ്ടാകുന്നത്. വെർണിക്കേസ് അഫേസിയയിൽ പ്രധാനമായും കോംപ്രിഹെൻഷനാണ് എഫക്റ്റ് ചെയ്യുന്നത്. സംസാരം മനസ്സിലാക്കുന്നതിനുള്ള, അല്ലെങ്കിൽ ഭാഷ മനസ്സിലാക്കുന്നതിനുള്ള കഴിവ് പൂർണ്ണമായോ ഭാഗികമായോ നഷ്ടപ്പെടുന്ന കണ്ടീഷനാണ് വെർണിക്കേസ് അഫേസിയ. മൂന്നാമത്തെ ടൈപ്പാണ് ഗ്ലോബൽ അഫേസിയ. ഗ്ലോബൽ അഫേസിയയിൽ ഡാമേജ് ഉണ്ടാകുന്നത് ബ്രോക്കാസ് ഏരിയയിലും വെർണിക്കേസ് ഏരിയയിലും, രണ്ട് ഏരിയയിലും ഒരേപോലെ ഡാമേജ് ഉണ്ടാകുന്ന കണ്ടീഷനാണ് ഗ്ലോബൽ അഫേസിയ. ഗ്ലോബൽ അഫേസിയത് മിക്കവാറും എല്ലാ ലാംഗ്വേജ് ഫങ്ഷൻസും എഫക്റ്റഡ് ആയിരിക്കും. എക്സ്പ്രഷനും എഫക്റ്റഡ് ആയിരിക്കും, കോംപ്രിഹെൻഷനും എഫക്റ്റഡ് ആയിരിക്കും. ഇനിയും വിവിധ തരം അഫേസിയകളുണ്ട്. ട്രാൻസ്കോർട്ടിക്കൽ അഫേസിയാസ് ഉണ്ട്, കണ്ടക്ഷൻ അഫേസിയ ഉണ്ട്, അനോമിക് അഫേസിയ ഉണ്ട്. അങ്ങനെ വിവിധ തരം അഫേസിയ ടൈപ്സുകൾ ഇനിയുമുണ്ട്. പക്ഷേ നമ്മൾ പ്രധാനമായും ഈ 3 ടൈപ്പിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. കോസസ് ഓഫ് അഫേസിയ. നമ്മൾ പറഞ്ഞു അഫേസിയ എന്ന് പറയുന്നത് ഒരു അക്വയർഡ് ഡിസോർഡറാണ്. അഡൽട്ട്ഹുഡിൽ വരുന്ന ഒരു അക്വയർഡ് ഡിസോർഡറാണ്. അപ്പോൾ അക്വയർഡ് ഡിസോർഡർ എന്ന രീതിയിൽ നോക്കുമ്പോൾ ഇതിന് കാരണമാകുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സ്ട്രോക്കാണ്. സ്ട്രോക്ക് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇസ്കീമിക് സ്ട്രോക്കും ഉണ്ട്, ഹെമറേജിക് സ്ട്രോക്കും ഉണ്ട്. ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ആർട്ടറിയിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് കാരണം ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുകയും ബ്രെയിനിൻ്റെ ഒരു ഏരിയ മൊത്തം ഏരിയയിലെ ന്യൂറോൺസ് മൊത്തം നശിച്ചു പോവുകയും ചെയ്യുന്ന കണ്ടീഷനാണ് ഇസ്കീമിക് സ്ട്രോക്ക്. ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് ബ്രെയിനിലേക്കുള്ള ഈ ആർട്ടറികൾ പൊട്ടുകയും അതിൻ്റെ കാരണമായി തന്നെ ബ്രെയിനിൽ ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്യുന്ന കണ്ടീഷനാണ് ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അടുത്തതാണ് ട്രോമ. ട്രോമ ഉണ്ടാകുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് ന്യൂറോൺസിന് ഡാമേജ് ഉണ്ടാവും.
ട്രോമ കൂടുതലായിട്ടും കാണുന്നത് റോഡ് ട്രാഫിക് ആക്സിഡൻസിലാണ്. അതിനെയാണ് നമ്മൾ RTA എന്ന് പറയുന്ന അബ്രിവേറ്റഡ് ടേമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് റോഡ് ട്രാഫിക് ആക്സിഡൻസിലാണ് കൂടുതലായിട്ടും ട്രോമ കണ്ടുവരാറുള്ളത്. ഈ ട്രോമ പലപ്പോഴും അഫേസിയ എന്ന് പറയുന്ന ലാംഗ്വേജ് ഡിസോർഡറിന് കാരണമാവാറുണ്ട്. ട്യൂമേഴ്സ്, ഇതേപോലെ നമ്മൾ ബ്രോക്കാസ് ഏരിയ, വെർണിക്കസ് ഏരിയ, ഈ ഏരിയയിൽ ഉണ്ടാകുന്ന ട്യൂമേഴ്സ് ഒരു പരിധിയിലപ്പുറം പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ അഫേസിയ എന്ന കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. അടുത്തതായി എൻസെഫലൈറ്റിസ്. എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത് ബ്രെയിനിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെയാണ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷനെയാണ് നമ്മൾ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത്. എൻസെഫലൈറ്റിസിൻ്റെ ഏരിയ അനുസരിച്ചിട്ട്, എൻസെഫലൈറ്റിസ് എഫക്റ്റ് ചെയ്യുന്ന ഏരിയ അനുസരിച്ചിട്ട് വിവിധ തരം അഫേസിയകൾ കാണപ്പെടാറുണ്ട്. അടുത്തതായി അസസ്മെൻറ്റ് ഓഫ് അഫേസിയ. ഏതൊക്കെ ടൈപ്പ് അസസ്മെൻ്റാണ് നമ്മൾ അഫേസിയയിൽ അവലംബിക്കുന്നത്? ന്യൂറോളജിക്കൽ ഇവാലുവേഷൻ നിർബന്ധമാണ്. കാരണം ഒരു ന്യൂറോജനിക് ലാംഗ്വേജ് ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ ന്യൂറോളജിക്കൽ ഇവാലുവേഷൻ എന്നത് അഫേസിയയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എവിടെയാണ് ഈ ലീഷൻസ് ബ്രെയിൻ ഡാമേജ് ഉണ്ടായിരിക്കുന്നത് എന്ന് കറക്റ്റായി അല്ലെങ്കിൽ പിൻ പോയിൻ്റ് ചെയ്തിട്ട് അറിയുന്നതിനായി നമ്മൾ CT സ്കാൻ, MRI സ്കാൻ എന്ന് വേണ്ട ഇമേജിംഗ് ടെക്നിക്സൊക്കെ യൂസ് ചെയ്യും. കമ്പ്യൂട്ടർ ടോമോഗ്രാഫി, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്നൊക്കെ പറയുന്ന ഇമേജിംഗ് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അടുത്തതായി സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഇവാലുവേഷൻ. സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഇവാലുവേഷനിൽ ഏതൊരു ലാംഗ്വേജ് ഡിസോർഡറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്നത് പോലെ വ്യക്തമായി കോംപ്രിഹെൻഷൻ എഫക്റ്റഡ് ആണോ, എക്സ്പ്രഷൻ എഫക്റ്റഡ് ആണോ എന്നൊക്കെ വളരെ വ്യക്തമായി തന്നെ നോക്കേണ്ടതുണ്ട്. മറ്റുള്ള കേസ് ഹിസ്റ്ററി അഡ്മിനിസ്ട്രേഷനും പ്രൊഫോമ അഡ്മിനിസ്ട്രേഷനും ഒക്കെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഇവാലുവേഷനിൽ വരും. അത് ബ്രോക്കാസ് അഫേസിയ ആണെങ്കിൽ കൂടുതലും എക്സ്പ്രസീവ് പാർട്ടിലായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. വെർണിക്കസ് ഏരിയ ആണെങ്കിൽ കൂടുതലായും കോംപ്രിഹെൻഷൻ പാർട്ടിലാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇവാലുവേഷൻ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഇവാലുവേഷനിലൂടെ നടത്തുന്നതാണ്. അടുത്തത് ടെസ്റ്റ് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ അഫേസിയ. അഫേസിയയ്ക്ക് യൂസ് ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട ടെസ്റ്റ് മെറ്റീരിയൽസാണ് നമ്മളിവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് വെസ്റ്റേൺ അഫേസിക് ബാറ്ററി, WAB എന്ന് പറയുന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ദ വെസ്റ്റേൺ അഫേസിക് ബാറ്ററി. രണ്ടാമത്തെ ടെസ്റ്റാണ് മിനസോട്ട ടെസ്റ്റ് ഫോർ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ഓഫ് അഫേസിയ. മിനസോട്ട ടെസ്റ്റ് ഫോർ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ഓഫ് അഫേസിയ. ഈ 2 ടെസ്റ്റുകളാണ് പ്രധാനമായും അഫേസിയയുടെ അസസ്മെൻറ്റിന് ക്ലിനിക്കലി ഉപയോഗിച്ച് വരാറുള്ളത്. ഇത്രയുമാണ് നമ്മുടെ അഫേസിയയുടെ അസസ്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ.